ശുഭദിനം. ഇന്നലെ ചില പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുത്തിട്ടുണ്ട്. അതിന്റെ പേരിൽ സൈബർ അറ്റാക്കും തുടങ്ങിയിട്ടുണ്ട്. അതിൽ തീക്കുട്ടി എന്ന മുഖമില്ലാത്ത വ്യക്തിയിൽ നിന്നും ഏറ്റവും അധികം ആക്ഷേപിച്ചുകൊണ്ട് എനിക്കെതിരെ പോസ്റ്റ് വന്നിട്ടുണ്ട്. ബ്രാക്കറ്റിൽ തീക്കുട്ടി പറയുന്നത് എൻ്റെ സമയം ആയി എന്നാണ്. ദൈവം തമ്പുരാൻ തീക്കുട്ടിയുടെ രൂപത്തിൽ അവതരിച്ചു എന്നുള്ളത് അടിയൻ അറിഞ്ഞില്ല. പൊറുക്കണം മുഖമില്ലാത്ത തമ്പുരാനെ. ബ്രാക്കറ്റ് ക്ലോസ്. ഞാൻ രാഹുലിന് വേണ്ടി കഴിഞ്ഞ 3 മാസമായി PR വർക്ക് ചെയ്യുകയായിരുന്നുവെന്ന് പിന്നെ ആവശ്യത്തിൽ കൂടുതൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴെ വന്നു ഈ പോസ്റ്റ് കാത്തിരുന്നത് പോലെ ആക്ഷേപങ്ങൾ വളരെ കൂടുതലുണ്ട്. ഇനി ഞാൻ പറയട്ടെ. ഏത് തീക്കുട്ടി വന്ന് എന്തെഴുതിയാലും തേനീച്ചക്കൂട് ഇളകിയ പോലെ സൈബർ അറ്റാക്ക് വന്നാലും ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കും. ആ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ബ്രാക്കറ്റിൽ പറയുന്നുണ്ട്. ആദ്യം ഞാൻ രാഹുലിന് വേണ്ടി ഇട്ട പോസ്റ്റിൽ എഴുതിയ വാചകം ഇപ്പോഴും എഴുതുന്നു. അന്നും ഇന്നും പറയുന്നു, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. അത് തെറ്റ് ചെയ്താൽ മാത്രം. ഒരു പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ല. അതുകൊണ്ട് ഇതൊക്കെ കേട്ട് പേടിച്ച് മൂലയിൽ പോയി ഞാൻ ഒളിക്കുമെന്ന് ഒരു തീക്കുട്ടിയും കരുതേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആണ് സീമാജി നായർ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയത്ത് അന്ന് രാഹുലിനെ പിന്തുണച്ച് സീമാജി നായർ രംഗത്തെത്തിയിരുന്നു. ഇന്നലെ വീണ്ടും ബോംബ് പൊട്ടി. ആ ബോംബ് ചീറ്റിപ്പോയതിൽ പിന്നെ ഈ പറയുന്ന അന്തംഗമ്യ അടിമകൾ അവരുടെ ഫ്രസ്ട്രേഷൻ, അവരുടെ അസ്വസ്ഥത, അവരുടെ അസഹിഷ്ണുത, അവരുടെ തെറിയഭിഷേകം അത് സീമാജി നായരുടെ കമന്റ് ബോക്സിലാണ് നടക്കുന്നത്. അതിനെതിരെയാണ് സീമാജി നായർ രംഗത്ത് വന്നിരിക്കുന്നത്. സീമാജി നായർ പറഞ്ഞ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താ പറയുന്നത്? തെറ്റ് സംഭവിക്കുന്നത് പുരുഷന് മാത്രമല്ല, സ്ത്രീയും അതിൽ പങ്കാളിയാണ് എന്നാണ് സീമാജി നായർ പറയുന്നത്. അപ്പോ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്ത് വന്നിരിക്കുന്ന അതിൽ പുതുമയൊന്നും നമ്മൾ കാണുന്നില്ല കേട്ടോ. അത് ഈ പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പ് പുറത്തുവിട്ട ചില സ്ക്രീൻഷോട്ടുകൾ, ഓഡിയോ ക്ലിപ്പുകൾ, അതൊക്കെ കണ്ടിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു അത് പോരാ, രാഹുലിനെ പൂട്ടാൻ അത് പോരാ, അതിൽ കുറെ കൃത്രിമത്വം വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന വ്യാജനാണെന്ന് മനസ്സിലാകാത്ത രീതിയിലുള്ള കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്ത്, കുറച്ചുകൂടി ഹോംവർക്ക് ചെയ്ത് വ്യക്തമായിട്ട് ഒരൊറ്റ നോട്ടത്തിൽ അത് വ്യാജ നിർമ്മിതിയാണെന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള സ്ക്രീൻഷോട്ടുകളും ഓഡിയോകളും കൊണ്ടുവരണം എന്ന് പറഞ്ഞതനുസരിച്ചാണ് ഇന്നലെ തലത്തിൽ പുതിയത് വന്നിരിക്കുന്നത്. അപ്പോ ആ പുതിയതിനെ പറ്റി പുറത്തു വന്നപ്പോ വീണ്ടും സീമാജി നായരെ തെറി വിളിക്കാൻ അന്തംഗമികൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തെറിവിളികൾ കൊണ്ട് എന്നെ മൂലക്കിരുത്താമെന്ന് നിങ്ങൾ കരുതേണ്ട. ഞാൻ വീണ്ടും വീണ്ടും നിലപാടുകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും സീമാജി നായർ ഇന്നലെ ഈ അഭിപ്രായം പറഞ്ഞതിന് തൊട്ട് പിന്നാലെ നമ്മുടെ കണ്ണൂരിൽ നിന്ന് PP ദിവ്യ. ആരാണ് PP ദിവ്യ? ഞാൻ കൂടുതൽ പറയുന്നില്ല. ആ PP ദിവ്യ പാവപ്പെട്ട ഒരുത്തന്റെ ജീവൻ എടുത്ത PP ദിവ്യ, കൊലയാളി PP ദിവ്യ. ആ PP ദിവ്യ സ്ത്രീ സംരക്ഷണം. ഏത് സ്ത്രീ സംരക്ഷണം? സ്ത്രീകളുടെ അപ്പോലസ്ഥനായിക്കൊണ്ട് രംഗപ്രവേശനം നടത്തുന്നത് നമ്മൾ കണ്ടു. അപ്പൊ PP ദിവ്യ രംഗപ്രവേശനം നടത്തിയതിന് തൊട്ടു പിന്നാലെ വീണ്ടും സീമാജി നായർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. വീണ്ടും സീമാജി നായർ എന്താ പറയുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഒരു ചിരി പാസ്സാക്കുന്നുണ്ട്. PP ദിവ്യ മാമിന്റെ പോസ്റ്റാണ്. എല്ലാം തികഞ്ഞ ഒരു മാമാണ്, എല്ലാം തികഞ്ഞ മാമാണ്. യെസ്, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. PP ദിവ്യയുടെ കാര്യത്തിൽ എല്ലാം തികഞ്ഞതാണ്. ആരും മുഖത്തേക്ക് നോക്കരുത്, മറിച്ചൊരു ചോദ്യം പോലും ചോദിക്കരുത്. എല്ലാം തികഞ്ഞതാണ്, എല്ലാം തികഞ്ഞ സ്ത്രീയാണ് PP ദിവ്യ. ആരും മുഖത്ത് നോക്കുക പോലും ചെയ്യരുത്. ആണ്, എല്ലാം തികഞ്ഞ മാമാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഈ അഭിപ്രായം ഞാൻ ശിരസ വഹിക്കുന്നതായിട്ട് രേഖപ്പെടുത്തുന്നു. കേരളത്തിലെ വേറെ ഒരു വിഷയവുമില്ലല്ലോ, അതുകൊണ്ട് ദിവ്യ മാമിന് പ്രതികരിക്കാം. പിന്നെ രത്നകിരീടം ഞങ്ങൾക്ക് ചാർത്തി തരുന്നതിലും നല്ലത് സ്വന്തം നിലയിൽ ചാർത്തുന്നതാണ് കൊലയാളിയുടെ കിരീടം അല്ലേ? PP ദിവ്യക്ക് ഏറ്റവും ചേർന്ന കിരീടം അതല്ലേ? കൊലയാളിയുടെ, കൊലപാതകിയുടെ കിരീടം. ആ കിരീടം താങ്ങാനുള്ള തലയൊന്നും എനിക്കില്ല എന്നാണ് സീമാജി നായർ പറഞ്ഞത്. യെസ്, PP ദിവ്യ ആരാണ്?
മാതൃകാ സ്ത്രീയാണ്, കുലസ്ത്രീയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കുമ്പിട്ട് വഴങ്ങണം, അല്ലേ? അല്ലേ? ഒരു പാവത്തിനെ കൊണ്ടുപോയി കൊലക്ക് കൊടുത്ത പി ദിവ്യയുടെ എന്താ എന്താ ഒരു ഉപദേശം കേട്ടിട്ട് ഞാനങ്ങോട്ട് പുളകിതനായിട്ട് നിൽക്കുകയാണ് പി ദിവ്യയുടെ. എന്നിട്ട് സീമാജി നായർക്ക് വന്നിട്ട് കിരീടം ചാർത്തുന്നു. കിരീടം തലയിൽ മുൾക്കിരീടം വെച്ചിട്ടാണ് സീമാജി നായർക്ക് വന്നിട്ട് ഈ കിരീടം ചാർത്താൻ പി ദിവ്യ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. എന്തിനാണ് സീമാജി നായർക്ക് കിരീടം ചാർത്തുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചതിന്. ആരാണ് കിരീടം ചാർത്തുന്നത്? നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയ കൊലപാതകിയാണ് സീമാജി നായർക്ക് കിരീടം ചാർത്തുന്നത്. ആഹാ, അന്തസ്. ഏത് അന്തസ്? അന്തസ്. നമ്മളെല്ലാവരും കുമ്പിട്ട് വഴങ്ങണം കേട്ടോ. എന്താ കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയാ പി ദിവ്യ. അന്തസ്, അന്തസ് അത് നമ്മൾ ഉയർത്തിപ്പിടിക്കണം. അടിമകളെ കാണുന്നില്ലേ നിങ്ങളുടെ ആചാര്യ, നിങ്ങളുടെ മാതൃക സ്ത്രീ, നിങ്ങളുടെ കുലസ്ത്രീ വലിയ ഉപദേശവുമായി വന്നിരിക്കുക. ഏറ്റുപിടിക്കുന്നേ, എല്ലാവരും ഏറ്റുപിടിക്കൂ. സീമാജി നായരെ കിട്ടിയ ചാൻസിന് ഒന്ന് പഠിപ്പിക്കാൻ ഇറങ്ങിയതാ ആര്? പി ദിവ്യ. പക്ഷേ അപ്പുറത്തിരിക്കുന്നത് പി ദിവ്യ കരുതും പോലെയുള്ള ആളല്ല, സീമാജി നായര. അടിച്ച് പത്തി മടക്കി കൊടുത്ത് പി ദിവ്യയുടെ. രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ച ഇവർക്കൊക്കെ ഭയങ്കര കലിപ്പാണ്. മുമ്പ് മുകേഷിന് വേണ്ടിയിട്ട് ഈ പറയുന്ന സതീദേവിയും മറ്റൊരാളുണ്ടല്ലോ, ആരാ? PK ശ്രീമതി ഒക്കെ ന്യായീകരണങ്ങൾ ഇറക്കി നടക്കുമ്പോൾ ഇവർക്കാർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അന്ന് സ്ത്രീയില്ല, സംരക്ഷണമില്ല, സ്ത്രീകളുടെ സുരക്ഷയില്ല, ഒന്നുമില്ല. പക്ഷെ ഇന്ന് രാഹുലിന് വേണ്ടി ആരെങ്കിലും വാ തുറന്നാൽ പ്രശ്നമാണ്. രാഹുലെ മോനെ, നിന്റെ കാര്യത്തില് കേരളത്തിലെ പൊതുസമൂഹത്തിന് വ്യക്തമായ ബോധ്യമുണ്ട്. അത് തന്നെയാ രാഹുലെ നിന്റെ രക്ഷയും. ഇന്നലെ മുതല് കേരളത്തിലെ പൊതുസമൂഹം, കഴിഞ്ഞ തവണ ആരോപണങ്ങൾ വന്നപ്പോ പലരും രാഹുലിനെ തെറ്റിദ്ധരിച്ചിരുന്നു. അവരൊക്കെ ഇന്നലെ മുതൽ അത് തിരുത്തി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് തന്നെയാണ് ഈ പറയുന്ന മഹിളാ രത്നങ്ങളുടെ ഒക്കെ ചങ്കിലിടിപ്പ് കൂട്ടുന്നതും അത് തന്നെയാ. കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അവർ തിരിച്ചറിവോടുകൂടി ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ പറയുന്ന രാജാവും കൂട്ടരും ഇറക്കുന്ന ക്യാപ്സ്യൂളുകൾ വെള്ളം തൊടാതെ അങ്ങ് വിഴുങ്ങുന്ന ഏർപ്പാട് നിർത്തിയിരിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് വലിയ ബോംബ് ഇറക്കിയതാ. എന്താ ബോംബ്? ഗർഭാണ്. പക്ഷേ അത് ഇറക്കിയ ഉടനെ തന്നെ അത് അലസിപ്പോയിരിക്കുന്നു. അലസിപ്പിക്കേണ്ടി വന്നിട്ടില്ല. അത് നാച്ചുറൽ ആയിക്കൊണ്ട് സ്വന്തമായിട്ട് ആ ഗർഭം അങ്ങോട്ട് അലസി. അത്രയേ ഉള്ളൂ ഇതിൽ പറയാൻ, മറ്റൊന്നും പറയാനില്ല. നിങ്ങൾ വന്നിട്ട് സീമാജി നായരെ തെറി വിളിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ തീയിൽ കുരുത്തതാ, വെയിലത്ത് വാടില്ല. തെറി കേട്ടിട്ട് മിണ്ടാതെ മൂലക്ക് പോയിരിക്കുമെന്ന് കരുതിയോ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മഹിളാരത്നങ്ങൾ ഇറങ്ങി പുറപ്പെട്ട സീമാജി നായർ കൈകൂപ്പി കുമ്പിടുമെന്ന് നിങ്ങൾ കരുതിയോ? അതിന് നിങ്ങൾ വേറെ ആളെ നോക്കണം മിസ്റ്റർ. നിങ്ങളുടെ ഒരു അവസ്ഥയെ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കാണുമ്പോൾ നിങ്ങളുടെ ഭയം, ആ ഭയത്തിൽ നിന്ന് നിങ്ങൾ ഇറക്കി വിട്ട ബോംബുകള്, ആ ബോംബുകള് നനഞ്ഞ പടക്കമായിട്ട് ചീറ്റിപ്പോകുന്നത് കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അസ്വസ്ഥരായിട്ട് കാര്യമില്ല. കേരളത്തിന്റെ പൊതുസമൂഹത്തില് ഇന്നലെ മുതൽ ഒരു പുതിയ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. അതില് പുതിയ ചർച്ചയൊന്നുമല്ല, ചർച്ച പഴയത് തന്നെയാ. അതിൽ രാഹുലിനെ അനുകൂലിക്കുന്നവരാ. പക്ഷെ അതിലുള്ള ഇന്നലത്തെ ഈ പറഞ്ഞ നനഞ്ഞ ബോംബോട് കൂടി ഈ പറയുന്ന ആളുകളുടെ എണ്ണം കൂടിയിരിക്കുന്നു. ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഇത് നിങ്ങൾ എറിഞ്ഞ പടക്കം അത് നിങ്ങൾക്ക് തന്നെ ബൂമറാങ് പോലെ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത്. മഹിളാരത്നങ്ങൾ ഇറങ്ങാൻ കുറെ ആളുകൾ ഉണ്ടാവും, മനസ്സിലായില്ലേ? മുൾക്കിരീടവുമായി നടക്കുന്ന മഹിളാരത്നങ്ങൾ പലരും ഇറങ്ങും. പക്ഷേ ആ മഹിളാരത്നങ്ങൾക്കൊന്നും രാഹുലിനെയോ സീമാജി നായരെയോ കേരളത്തിന്റെ പൊതുസമൂഹത്തെയോ
അവരുടെ മസ്തിഷ്കത്തെ വിലക്ക് വാങ്ങാനുള്ള കഴിവില്ല. നിങ്ങളുടെ തലയിലുള്ള മുൾക്കിരീടങ്ങൾ ആദ്യം അഴിച്ചു മാറ്റിയിട്ട് ഉപദേശവുമായി ഇറങ്ങുക. അത്ര മാത്രമേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ.